ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 34-ാം ഭാഗം. കണ്ണ് എന്ന അത്ഭുത യന്ത്രം. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട കണ്ണ് എന്ന അവയവം അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഞാൻ ഈ കണ്ണട വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കണ്ണടയില്ലെങ്കിൽ എനിക്ക് ശരിയായ രൂപത്തിൽ കാണില്ല. കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വിലയറിയൂ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. സത്യമാണ്. ഇപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ അവയവത്തിൻ്റെ വാല്യൂ, വില അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബലദ് 8-ാമത്തെ ആയത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, അവന് അഥവാ മനുഷ്യന് നാം 2 കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? അള്ളാഹു വെച്ച് പിടിപ്പിച്ചതാണ് ഈ 2 കണ്ണുകൾ. അതുകൊണ്ട് എന്തൊക്കെയാണ് നാം ഈ ഭൂമിയിൽ നേടുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നേടുന്ന വിജ്ഞാനത്തിൻ്റെ ഒരു ഏകദേശം 80% കണ്ണുകൊണ്ടാണ് നമ്മൾ നേടുന്നത്. കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി പഠിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യവും അറിയുന്നത്, മനസ്സിലാക്കുന്നത്. അതിസങ്കീർണമായ ഒരു ക്യാമറയാണ് നമ്മുടെ കണ്ണുകൾ എന്ന് പറയാം. നമുക്ക് ഒരു കണ്ണല്ലേ ഉള്ളത്, 2 കണ്ണുകളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. അലം നജ്അൽ ലഹു ഐനൈൻ, അവന് നാം 2 കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ 2 കണ്ണുകൾ ഓരോന്നിൻ്റെയും സ്ഥാനം എത്ര കൃത്യമാണ്. ഈ സ്ഥാനം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മേലോട്ടോ താഴോട്ടോ ഒക്കെ മാറിയിരുന്നെങ്കിൽ നമ്മുടെ മുഖം എത്ര വൃത്തികേടാകുമായിരുന്നു. ഒരു കണ്ണ് മുന്നിലും ഒരു കണ്ണ് പിന്നിലുമായിരുന്നെങ്കിൽ ഈ ഒറ്റക്കണ്ണൻ മുഖം എത്ര വൃത്തികേടാകുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ആലോചിക്കാൻ കൂടി വയ്യ. ഈ കണ്ണ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു എല്ലിൻ്റെ ഗുഹക്കുള്ളിലാണല്ലോ. കണ്ണിന് നിൽക്കാൻ പാകത്തിൽ ഒരു എല്ലുകൊണ്ടുള്ള ഒരു സംരക്ഷിത കവചം. പിന്നീട് കണ്ണിൻ്റെ പോളകൾ, കണ്ണിൻ്റെ പീലികൾ, കൺപീലികൾ, ഇതൊക്കെ കൂടി ചേരുമ്പോൾ കണ്ണിന് സുരക്ഷിതത്വം ലഭിക്കുന്നു, കണ്ണിന് ഭംഗിയും ലഭിക്കുന്നു. എത്ര മനോഹരമാണ് നമ്മുടെ കണ്ണുകൾ. കൺപോളകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ അറിയാതെ നമ്മുടെ കൺപോളകൾ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണുകൾ വരണ്ടു പോകാതിരിക്കാൻ അത് ഉപകരിക്കും. കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ അത് മറ്റൊരു മഹാത്ഭുതമാണ്. അത് കണ്ണിനെ നിരന്തരം സംസ്കരിച്ചു കൊണ്ടിരിക്കും. കണ്ണിലെ കരട് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. കണ്ണിലൊരു കരട് പോയാൽ, കണ്ണിലൊരു കരട് കുടുങ്ങിയാൽ ഉടൻ കണ്ണുനീർ ഫാക്ടറി ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ട് ചെയ്യും. കണ്ണിന് ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു തുള്ളി മരുന്നാണ് കണ്ണുനീർ. കണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനും കണ്ണിനെ അണുവിമുക്തമായി സൂക്ഷിക്കാനും കണ്ണുനീർ ഉപകരിക്കുന്നു, കണ്ണുനീർ സഹായിക്കുന്നു. കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലൈസോസോം എന്ന എൻസൈം അതൊരു ശക്തമായ അണുനാശിനിയാണ്. നമുക്ക് പലതരം കണ്ണുനീരുണ്ട്. ചിലപ്പോൾ സന്തോഷം വരുമ്പോൾ കണ്ണുനീര് വരും, സങ്കടം വരുമ്പോഴും കണ്ണുനീര് വരും. കണ്ണിൽ എന്തെങ്കിലും പാറി, എന്തെങ്കിലും പൊടി വീണാൽ, കരട് വീണാൽ കണ്ണുനീര് വരും. ഈ ഓരോ കണ്ണുനീരും സൂക്ഷ്മ പഠനം നടത്തി നോക്കുമ്പോൾ വ്യത്യസ്തമാണത്രേ. ദുഃഖത്തിൻ്റെ കണ്ണുനീർ, സന്തോഷത്തിൻ്റെ കണ്ണുനീർ, ഇതൊക്കെ വ്യത്യസ്തമാണത്രേ. എന്തൊരു മഹാത്ഭുതം. സാധാരണ മനുഷ്യൻ 17 തവണ ഒരു മിനിറ്റിൽ കണ്ണ് ചിമ്മുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു മണിക്കൂറിൽ 10-12,000 തവണ, ഒരു ദിവസത്തിൽ 28,800 തവണ ഒരാൾ കണ്ണിങ്ങനെ ചിമ്മാണ്. പക്ഷെ നമ്മളിത് ബോധപൂർവം
ഓരോ മിനിറ്റിലും കണ്ണു ചിമ്മണമല്ലോ എന്ന് വിചാരിച്ച് കണ്ണു ചിമ്മുന്നതല്ല. നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു അതിവിചിത്രവും അത്ഭുതകരവുമായ ഒരു സംവിധാനമാണ് കണ്ണിന്റെ പോളകൾ ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുന്നത്. നാം അറിയാതെ നമ്മുടെ കാഴ്ചയെ ബാധിക്കാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു തടസ്സവും വരാതെ നടക്കുന്ന അത്ഭുത പ്രവർത്തനമാണ് കണ്ണുചിമ്മൽ. അത് കണ്ണിനെ വൃത്തിയായി സൂക്ഷിക്കുന്നു. നമ്മൾ ഇത് ഓരോ തവണ കണ്ണു ചിമ്മുമ്പോഴും കാറിൻ്റെ വൈപ്പർ അത് കാറിൻ്റെ ഗ്ലാസ് തുടക്കുന്നത് പോലെ കണ്ണിനെ വൃത്തിയോടെ സൂക്ഷിക്കും. നമ്മളിങ്ങനെ കണ്ണ് ചിമ്മുമ്പോൾ ഒരു വൈപ്പർ ഗ്ലാസിനെ വൃത്തിയാക്കുന്നത് പോലെ കണ്ണിനെ അത് നനവുള്ളതാക്കി വൃത്തിയുള്ളതാക്കി നിലനിർത്തുന്നു. ശക്തമായ എന്തെങ്കിലും നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങ് വരുമ്പോഴേക്ക് ഈ കണ്ണിൻ്റെ ഈ കണ്ണിമ അത് താഴ്ത്തുന്നു, കണ്ണ് ചിമ്മുന്നു. എന്തെങ്കിലും പൊടി വരുമ്പോൾ, ഇനി ശക്തമായ പ്രകാശം വരുമ്പോഴേക്ക് അത് കണ്ണിനെ അപകടപ്പെടുത്താതിരിക്കാൻ നമ്മുടെ കണ്ണിൻ്റെ ഈ സംരക്ഷണ കവചം നമ്മെ സഹായിക്കുന്നു. കണ്ണിന്റെ പ്രതലത്തിൽ വെളുപ്പ് നിറമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് നിറമുണ്ട്. ആളുകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ ഇതിൻ്റെ നിറത്തിൽ കാണാം. എന്നാലും ഈ വെളുത്ത പ്രതലത്തിൽ ആ കറുപ്പിനകത്താണ് കൃഷ്ണമണി എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഉള്ളിൽ ഏറ്റവും പിന്നിലായി റെറ്റിന എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ മുന്നോട്ട് നടക്കുന്നുണ്ട്, നമ്മൾ പലതും കാണുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാഴ്ച നടക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അതിസങ്കീർണമായ ഒരു ഓട്ടോ ഫോക്കസ് സംവിധാനം, ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറയാണ് നമ്മുടെ കണ്ണുകൾ. നാം ഒരു ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നതിന് അപ്പോൾ ക്യാമറ ലെൻസൊക്കെ ഉള്ള ക്യാമറ ആണെങ്കിൽ തിരിക്കണം, അതിനെ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഓട്ടോ ഫോക്കസ് ക്യാമറകളുണ്ട്. എന്നാൽ അതിനേക്കാളുമൊക്കെ വേഗത്തിൽ ഒരു വസ്തു നമ്മൾ കാണുമ്പോൾ നാം അറിയാതെ തന്നെ കണ്ണിലെ ലെൻസ് അതിൻ്റെ ഫോക്കസ് നിർവഹിക്കുകയാണ്. ക്യാമറയിലൊക്കെ ലെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുന്നുണ്ട് അല്ലെങ്കിൽ മാറുന്നുണ്ട്. പക്ഷേ ഇത് മുന്നോട്ടും പിന്നോട്ടും ഒന്നും ചലിപ്പിക്കാതെ കണ്ണിനകത്തുള്ള ആ ബോളിൽ ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. കണ്ണിലെ ലെൻസിന്റെ സ്ഥാനം മാറുന്നില്ല, മറിച്ച് അതിൻ്റെ വളവ്, വക്രത, അതിൻ്റെ കെർവേച്ചർ എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ അതിനനുസരിച്ച് മാറ്റം വരുന്നു. നമ്മളൊരു അകലെയുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ ലെൻസിന് ചുറ്റുമുള്ള പേശികൾ ചുരുങ്ങി വന്ന് വസ്തുവിൻ്റെ അകലത്തിനനുസരിച്ച് ലെൻസ് കൂടുതൽ ഗോളാകൃതിയിലേക്ക് വരുന്നു. അപ്പോൾ വസ്തുവിൻ്റെ ദൂരത്തിനനുസരിച്ച് നമ്മുടെ കണ്ണിലെ പേശികൾ എത്ര സങ്കോചിക്കണം, എത്ര വികസിക്കണം ഒക്കെ തലച്ചോറ് നിർദ്ദേശിക്കുന്നു. അപ്പോൾ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ഈ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മളുടെ കണ്ണിലെ ഈ പേശികൾ ലെൻസിൻ്റെ വക്രത, അതിൻ്റെ വളവ് ഒക്കെ തീരുമാനിക്കുന്നത്, അതിൻ്റെ അളവ് ശരിയാക്കുന്നത്, അതിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി അതിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു ക്യാമറയിൽ ഈ പണിയെടുക്കണമെങ്കിൽ എത്ര സമയമെടുക്കും? എന്നാൽ ഒരു സെക്കൻഡിൻ്റെ എത്രയോ ചെറിയ അംശത്തിൽ കണ്ണ് ഇതൊക്കെ റെഡിയാക്കി നമുക്ക് കാണിച്ചു തരുന്നു. യഥാർത്ഥത്തിൽ നാം കാണുന്നത് കണ്ണുകൊണ്ടല്ല എന്നതാണ് ശരി. കണ്ണ് മാത്രം ഉണ്ടായതുകൊണ്ട് കാഴ്ച എന്ന ഈ അത്ഭുതകരമായ കാര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. കാഴ്ച എന്ന അനുഭവം നമുക്ക് തരുന്നത് നമ്മുടെ തലച്ചോറ് കൂടി പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പൊ കണ്ണും തലച്ചോറും തമ്മിലൊരു ബന്ധമുണ്ട്. കണ്ണ് ശരിക്കും പറഞ്ഞാൽ ഒരു മോണിറ്റർ, അതിൻ്റെ റോളാണ് കണ്ണിനുള്ളത്. കണ്ണുകൊണ്ട് നാം ഈ കാര്യങ്ങൾ ലോകത്തെ കാണുന്നു, നമ്മുടെ മുമ്പുള്ളതിനെ കാണുന്നു. അതൊരു ഒരു 2D ആണ്. പിന്നീട് അതിനെ നമുക്ക് അതിൻ്റെ അകലം, അതിൻ്റെ ആഴം, അതെന്താണ്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ മസ്തിഷ്കമാണ്. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇതിൻ്റെ രീതി, സ്വഭാവം ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അപ്പൊ രണ്ട് കണ്ണിലൂടെയും നാം ശരിക്കും കാണുന്നത് തലതിരിഞ്ഞ ചിത്രമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് തലതിരിഞ്ഞ ചിത്രമാണ്. പിന്നെ അതിനെ
കണ്ണിൻ്റെ വലിയ ഒരുപാട് പ്രോസസ്സിലൂടെ പോയി അത് തലച്ചോറിലെത്തി അതിന് ശരിയായ രൂപത്തിൽ നമുക്ക് പ്രകാശനാഡിയിലൂടെ തലച്ചോറിലെ വിഷ്വൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗത്തെത്തി അവിടെ വെച്ച് ചിത്രങ്ങളെയൊക്കെ പ്രോസസ്സ് ചെയ്ത്, പണ്ടൊക്കെ നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്നത് പിന്നീട് ഇത് പ്രോസസ്സ് ചെയ്തിട്ടാണല്ലോ പിന്നെ നമുക്കതിൻ്റെ പ്രിന്റ് കിട്ടുക. അങ്ങനെ പ്രോസസ്സ് ചെയ്ത് തലച്ചോറിനകത്ത് പ്രോസസ്സ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ 3D ചിത്രങ്ങളാക്കി നമുക്ക് തരികയാണ്. ഇതൊക്കെ പ്രവർത്തിക്കുന്നത് സെക്കൻഡിൻ്റെ 10-1 സമയത്താണെന്ന് നോക്കണം. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് അറിയാലോ. അതിൻ്റെ 10-1 സമയത്ത് ഈ പണികളെല്ലാം നടക്കുന്നു. ഒന്ന് കാണുന്നു, അത് മനസ്സിലാക്കുന്നു, അതിന് ചിത്രമെടുക്കുന്നു, അത് തലച്ചോറിലേക്ക് അയക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, അത് എന്താണെന്ന് പറയുന്നു, മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള വലിയൊരു അത്ഭുതകരമായ യന്ത്രമാണ്. അപ്പോൾ ഈ ഒരു തലകീഴായി നമ്മൾ കാണുന്നൊരു വസ്തുവിനെ ശരിയായി നമുക്ക് കാണിച്ചു തരികയും അതിനെ ശരിയായ ചിത്രമാക്കി നമുക്ക് തരികയും ചെയ്യുന്നത് തലച്ചോറ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഒരു കാര്യം കണ്ടാൽ ആ കണ്ട കാഴ്ചയെ അത് നമ്മുടെ തലച്ചോറിൽ ഒരു പ്രത്യേക ഭാഗത്ത് സേവ് ചെയ്ത് വെക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മളൊരു കണ്ട ആളെ അല്ലെങ്കിൽ വീണ്ടും കാണുമ്പോൾ പെട്ടെന്ന് അത് തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കുന്നത്. എന്തുകൊണ്ടാണ്? കണ്ണുകൊണ്ട് മാത്രമല്ല, അയാളെ കാണുമ്പോൾ ഉടൻ സിഗ്നൽ പോകുന്നു. ഇത് മുമ്പ് എവിടെയോ സൂക്ഷിച്ചു വെച്ചിരുന്ന അവിടെ പോയി ഹിറ്റ് ചെയ്യുന്നു. ഓ, ഇത് ഞാൻ മുമ്പ് കണ്ട കാഴ്ചയാണ്, മുമ്പ് കണ്ട ആളാണ്. അങ്ങനെ അയാളെ തിരിച്ചറിയുന്നു. അപ്പോൾ ഒരാളുടെ മുഖം ഒരിക്കൽ കണ്ടാൽ പിന്നീട് കാണുമ്പോൾ അത് നമ്മളുടെ ആ കാഴ്ചയെ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുന്നത് ഇക്കാരണം കൊണ്ടാണ്. കണ്ണുണ്ടായാൽ പോരാ കാണാൻ എന്നർത്ഥം. കണ്ണും തലച്ചോറും നന്നായി പ്രവർത്തിക്കണം. അലം നജ്അൽ ലഹു ഐനൈൻ, 2 കണ്ണുകൾ അവന് നാം നൽകിയില്ലേ എന്ന് അല്ലാഹുവിന്റെ ചോദ്യം. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, മനുഷ്യനെ കൂടിച്ചേർന്ന ദ്രാവകത്തിൽ നിന്നാണ് പടച്ചത് അവനെ പരീക്ഷിക്കാൻ. ഫജഅൽനാഹു സമീഅൻ ബസീറ, സൂറത്തുൽ ഇൻസാൻ 2-ാമത്തെ ആയത്ത്. അവനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി മാറ്റി. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിയാത്തതിൻ്റെ പിന്നാലെ നീ പോകരുത്. കാരണം അറിവെന്ന് പറയുന്നത് കണ്ണിൻ്റെ കാഴ്ചയും കാതിൻ്റെ കേൾവിയും ബുദ്ധിയുടെ ശക്തിയും കൂടി കൂടിച്ചേർന്നതാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, സൂറത്തുൽ ഇസ്രാ 36-ാമത്തെ ആയത്ത്. തീർച്ചയായും കേൾവി, കാഴ്ച, അതുപോലെ തന്നെ ചിന്ത, ബുദ്ധി, ഇതെല്ലാം കൂടി ചേർന്നതാണ്. ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും അള്ളാഹു ചോദിക്കും. ഇനി നമുക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള കേൾവിയെക്കുറിച്ചും ഒന്ന് പരിശോധിച്ച് നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.